തെക്കൻ ഫിലിപ്പൈൻസിൽ അവിടെ വലിയ തോതിൽ ആശങ്ക പരത്തിക്കൊണ്ട് വലിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 8.2 ആണ് തീവ്രത രേഖപ്പെടുത്തിയത്. ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ രാജ്യങ്ങൾക്ക് എല്ലാം തന്നെ ഈ ഭൂചലനം എന്നത് എപ്പോഴും അവർ അനുഭവിക്കുന്ന ഒന്നാണ്. പക്ഷേ റിക്ടർ സ്കെയിലിൽ 8 എന്നത് അതിതീവ്രമായ ഭൂചലനത്തിൻ്റെ പട്ടികയിലേക്ക് വരുന്നതാണ്. 6 എന്നുള്ളതാണ്. 5ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരമെങ്കിലും 3 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയും കൂടുതൽ മരണം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സ്കൂളുകളടക്കം ഈ ഭൂചലനത്തിൽ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഭൂചലനം ഇപ്പോൾ ഫിലിപ്പീൻസിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പ്രഭവ കേന്ദ്രമായി പറയുന്നത് മിൻഡനാവോയിലെ ജനറൽ സ്റ്റോൺസ് നഗരത്തിന് സമീപമുള്ള ഒരു കടൽ പ്രദേശമാണ്. ഏകദേശം 10 കിലോമീറ്ററോളം ആഴത്തിൽ ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. പലയിടത്തും സുനാമി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും ഇപ്പോൾ സുരക്ഷിതമെന്ന് തോന്നുന്ന ഇടങ്ങളിലേക്കല്ല, അത്രയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നാണ് സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി എത്രത്തോളം ഇതിന്റെ ആഘാതമുണ്ട്, അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഭംഗം വരുത്തുന്ന രീതിയിൽ ആണ് ഈ ഭൂചലനം ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഫിലിപ്പീൻസ്, ജപ്പാൻ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഇടങ്ങളാണ്. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങൾ കൂടിയാണ് ഈ ഫിലിപ്പീൻസ് എന്നൊക്കെ പറയുന്നത്. അവിടെ തുടർച്ചയായി ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ അനുഭവപ്പെടാറുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ 8.2 തീവ്രത ഉള്ള ഭൂചലനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഏകദേശം 6.1 തീവ്രത രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ പലതരത്തിലുള്ള ഭൂചലനങ്ങൾ തുടർച്ചയായി അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെടാനുള്ള തീർച്ചയായും ഈ ഭൂചലനത്തോടൊപ്പം ഭയപ്പെടേണ്ട ഒന്നാണ് സുനാമി മുന്നറിയിപ്പ്. 2011 ജപ്പാനിലെ സുനാമി, അത് നമുക്കറിയാം. അന്ന് 9 റിക്ടർ സ്കെയിലിൽ തീവ്രത രേഖപ്പെടുത്തിയത്. റിക്ടർ സ്കെയിലിൻ്റെ ഒരു പ്രത്യേകത, അത് 7 നിന്ന് 8 എത്തുമ്പോൾ അത് പല മടങ്ങായി മാറും. 8 നിന്ന് 9 എത്തുമ്പോഴും അത് പല ഇരട്ടിയായി മാറുന്നു എന്നതാണ്. സാധാരണ സൂചിക പോലെയല്ല. ഒരു പോയിന്റ് മാറുമ്പോൾ അതിൻ്റെ തീവ്രതയിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 8.2 എന്നതും തീവ്രമാണ്. ഈ സുനാമി മുന്നറിയിപ്പ് എത്രത്തോളം ജാഗ്രത പുലർത്തണം എന്ന സൂചനയാണ് നൽകുന്നത്. ഒപ്പം അതായത് ഇപ്പോൾ തീർച്ചയായും ആൾനാശം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അവിടെ ഗതാഗത സംവിധാനങ്ങൾ താറുമാറാകുന്ന സാഹചര്യം ഉണ്ടാകാം. പലരും കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലമുണ്ടാകാം. ആശയവിനിമയ സംവിധാനങ്ങൾ, ഇപ്പോഴും പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ ഇവിടേക്ക് എത്തിക്കുമ്പോൾ പോലും അതിൽ ഒക്കെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതാണ് ഈ ഭൂചലനത്തിൻ്റെ തീവ്രത വർദ്ധിച്ചാലുള്ളൊരു പശ്ചാത്തലം. അത്തരം എന്തൊക്കെ മുന്നറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള കരുതലുകളാണ് ഇപ്പോൾ ഉള്ളത്? അഭിലാഷ്, പ്രധാനമായും അവിടുത്തെ ജനങ്ങളോട് അറിയിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തിയാവേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കണക്കുകൾ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം എന്ന് പറയുന്നത് 3. ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളോട് പ്രധാനപ്പെട്ട ിലേക്ക് മാറി താമസിക്കുക എന്നുള്ള കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പുറത്തധികം ഇറങ്ങാതിരിക്കുക, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിൽ അവിടെ ഭൂകമ്പം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഈ ഫിലിപ്പീൻസിന് സമീപം ഫിലിപ്പീൻ സീ പ്ലേറ്റ്, അതുപോലെ തന്നെ ഈ യൂറേഷ്യൻ പ്ലേറ്റ് തുടങ്ങിയ പ്ലേറ്റുകൾ പരസ്പരം നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാകാനുള്ള ഒരു കാരണം എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ ഇത്തരത്തിലുള്ള സമ്മർദ്ദം വർദ്ധിക്കുമ്പോഴാണ് അവിടെ ഭൂചലനം കൂടുതലായി ഉണ്ടാകുന്നത്. ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് 8.2 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനമാണ്. അവിടുത്തെ അധികൃതർ അറിയിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായൊരു ഭൂചലനമായിരുന്നു ഇത്തവണ അനുഭവപ്പെട്ടത് എന്നാണ് അവിടുത്തെ വേണ്ടപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം നാശനഷ്ടങ്ങൾ ഈ ഭൂചലനം ഫിലിപ്പീൻസിൽ ഉണ്ടാക്കിയെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അഭിലാഷ്, യെസ്, തീർച്ചയായും വലിയ ഭൂചലനമാണ് 8.2 തീവ്രത എന്നത്.
അതിതീവ്രതയുള്ള ഭൂചലനം തന്നെയാണ്. പക്ഷേ ആളുകളുടെ മരണം അതിപ്പോൾ മരണസംഖ്യ കുറഞ്ഞിരിക്കുന്നു. പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കൊണ്ടാണോ കൂടുതൽ അപകടത്തെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരാത്തത് എന്നതിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, ഗതാഗത സംവിധാനങ്ങൾ തകർന്നിട്ടുണ്ട്, ഒപ്പം വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, സുനാമി അറിയിപ്പും നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.